നമസ്കാരം. തിയറം 6.17. തിയറം 6.17 പറയുന്നത് ഒരു ഫംഗ്ഷൻ്റെ റീമാൻ സ്റ്റെലിയസ് ഇൻ്റഗ്രേഷനെയും അതുപോലെ തന്നെ റീമാൻ ഇൻ്റഗ്രേഷനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു റിസൾട്ട്. അങ്ങനെ കണക്ട് ചെയ്യണമെങ്കിൽ നമ്മളുടെ റീമാൻ സ്റ്റെലിയസിലുള്ള ആൽഫയുടെ പ്രത്യേകതയാണ് ഈ തിയറത്തിൽ സൂചിപ്പിക്കുന്നത്. ഓക്കെ, so look at the statement of this theorem. Our alpha is a monotonic increasing function and its derivative, first derivative alpha dash is Riemann integrable. അപ്പോൾ ആൽഫ മോണോട്ടോണിക് ഇൻക്രീസിങ് നമ്മൾ സ്റ്റഡീസ് ഇൻ്റഗ്രൽ പോലെ തന്നെ ഉണ്ട്. കൂടാതെ അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് റീമാൻ ഇൻ്റഗ്രബിൾ ആണ് കൂടി തന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഡിഫറൻഷ്യബിൾ ആണെന്നാണ് അതിനർത്ഥം. കൂടാതെ ഫസ്റ്റ് ഡെറിവേറ്റീവ് റീമാൻ ഇൻ്റഗ്രബിൾ ആണ് എങ്കിൽ എഫ് എന്ന ഫംഗ്ഷൻ, ബൗണ്ടഡ് ഫംഗ്ഷൻ്റെ റീമാൻ സ്റ്റെലിയസ് ഇൻ്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു ആൽഫയും അതുപോലെ തന്നെ എഫ് ഇൻറ്റു ആൽഫ ഡാഷ് എന്ന ഫംഗ്ഷൻ്റെ റീമാൻ ഇൻ്റഗ്രലും തമ്മിൽ കണക്ഷൻ ഉള്ളതാണ്. ദാറ്റ് മീൻസ് എഫ് എലമെൻറ്റ് ഓഫ് ആർ ഓഫ് ആൽഫ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എഫ് ആൽഫ ഡാഷ്, എഫ് ഇൻറ്റു ആൽഫ ഡാഷ് എലമെൻറ്റ് ഓഫ് ആർ. ആർ മീൻസ് റീമാൻ ഇൻ്റഗ്രബിൾ ഫംഗ്ഷൻസിൻ്റെ കളക്ഷനെയാണ് ആർ എന്ന നൊട്ടേഷൻ കൊടുക്കുന്നത്. ആർ ഓഫ് ആൽഫ എന്ന് കൊടുത്തിട്ടുള്ളത് റീമാൻ സ്റ്റെലിയസ് ഇൻ്റഗ്രേഷൻ്റെ ഫംഗ്ഷൻസ് ആണ്. ഓക്കെ, ഇൻ ദാറ്റ് കേസ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഡി ആൽഫ, അതായത് എഫ് എന്ന ഫംഗ്ഷൻ്റെ ആൽഫ വെച്ചിട്ടുള്ള ഇൻ്റഗ്രൽ വാല്യൂ, സ്റ്റെലിയസ് ഇൻ്റഗ്രൽ വാല്യൂ ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ആൽഫ ഡാഷ് ഓഫ് എക്സ് ഇൻറ്റു ഡി എക്സ്. അതായത് ഇതിൽ ആർ എച്ച് എസ് റീമാൻ ഇൻ്റഗ്രലും എൽ എച്ച് എസ് റീമാൻ സ്റ്റെലിയസ് ഇൻ്റഗ്രലുമാണ്. അപ്പോൾ ഈ തിയറം ഒരു എസ് എ ക്വസ്റ്റ്യനാണ്, വളരെ കെയർഫുള്ളായിട്ട് പഠിക്കേണ്ട കാര്യമാണ്. അപ്പോൾ നമ്മൾ ആദ്യം സപ്പോസ് ചെയ്തു ഗിവൺ ആൽഫ ഈസ് എ മോണോട്ടോണിക് ഇൻക്രീസിങ് ഫംഗ്ഷൻ ആൻഡ് ഇറ്റ്സ് ഡെറിവേറ്റീവ് എക്സിസ്റ്റ് for every point in closed interval AB and its derivative alpha dash is Riemann integrable over closed interval AB. And you are given a function f which is bounded on closed interval AB, then we have to prove that the Riemann series integral of this function f is strongly connected with f alpha dash. That means f element of R of alpha if and only if f into alpha dash element of R. അപ്പോൾ നമുക്കത് കൂടാതെ എന്തുകൂടി പ്രൂവ് ചെയ്യണം? ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഡി ആൽഫ, അതായത് ഇൻ്റഗ്രൽ ഓഫ് റീമാൻ സ്റ്റെലിയസ് ഇൻ്റഗ്രൽ ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു ആൽഫ ഓവർ ക്ലോസ് ഇൻറ്റു എ ബി ഈക്വൽ ടു ദി റീമാൻ ഇൻ്റഗ്രൽ ഓഫ് എഫ് ആൽഫ ഡാഷ് ഓവർ ക്ലോസ് ഇൻറ്റു എ ബി. ഓക്കെ, ഗിവൺ ഫംഗ്ഷൻ ബൗണ്ടഡ് ആണ് തന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് ബൗണ്ടഡ് ആണെങ്കിൽ അതിന് ഒരു ബൗണ്ട് ഉണ്ടാവും. ദാറ്റ് മീൻസ് ദർ ഈസ് എ ക്യാപിറ്റൽ എം ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് ക്യാപിറ്റൽ എം ഈസ് ദ സുപ്രീമം ഓഫ് മോഡ് എഫ് ഓഫ് എക്സ് ഓവർ ക്ലോസ് ഇൻറ്റു എ ബി. ആ സുപ്രീമം വാല്യൂവിനെ, മോഡ് എഫ് ഓഫ് എക്സിൻ്റെ സുപ്രീമം വാല്യൂവിനെ ക്യാപിറ്റൽ എം എന്ന് കൊടുക്കും. ഇനി നമുക്ക് തന്നിട്ടുള്ളത് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് എഫ് എലമെൻറ്റ് ഓഫ് ആർ ഓഫ് ആൽഫ ഇഫ് ആൻഡ് ഓൺലി എഫ് ആൽഫ ഡാഷ് എലമെൻറ്റ് ഓഫ് ആർ എന്ന് പ്രൂവ് ചെയ്യണം. അതിന് നമ്മൾ തിയറം 6.4 പറഞ്ഞിരിക്കുന്ന പോലെ 6.6 പറഞ്ഞിട്ടുള്ള പോലെ യു പി എഫ് ആൽഫ മൈനസ് എൽ പി എഫ് ആൽഫ ലെസ് ദാൻ എപ്സിലോൺ എന്നുള്ള കൺസെപ്റ്റാണ് ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ചൂസ് ചെയ്തു. ലെറ്റ് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ബി ഗിവൺ ആൻഡ് ആൽഫ ഡാഷ് ഈസ് റീമാൻ ഇൻ്റഗ്രബിൾ. ആൽഫ ഡാഷ് റീമാൻ ഇൻ്റഗ്രബിൾ ആണെങ്കിൽ തിയറം 6.6ൽ റീമാൻ ഇൻ്റഗ്രലിലാണെങ്കിൽ നമ്മൾ സാധാരണ തിയറം 6.6 വർക്ക് ചെയ്യുക. യു പി ഏതാണോ ഫംഗ്ഷൻ, ഇപ്പോൾ എഫ് ആണ് റീമാൻ ഇൻ്റഗ്രലെങ്കിൽ യു പി എഫ് മൈനസ് എൽ പി എഫ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് കിട്ടുക. ഇവിടെ എഫിന് പകരം ഇവിടെ ആൽഫ ഡാഷ് ആണ് റീമാൻ ഇൻ്റഗ്രൽ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് യു പി ആൽഫ ഡാഷ് മൈനസ് എൽ പി ആൽഫ ഡാഷ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇത് റീമാൻ ഇൻ്റഗ്രലിൻ്റെ വർക്കാണ് ഇക്വേഷൻ 1ൽ കൊടുത്തിരിക്കുന്നത്. ഇസ് ലെസ് ദാൻ എപ്സിലോൺ. അപ്പോൾ ഏത് എപ്സിലോണിന് വർക്ക് ചെയ്യുമെങ്കിൽ എപ്സിലോൺ ബൈ എമ്മിനും അത് പോസിബിളാണ്. കാരണം എപ്സിലോൺ ബൈ എമ്മും ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആകുന്നത് കൊണ്ട്. ഓക്കെ, ഇനി യു പി ആൽഫ ഡാഷ് കിട്ടണമെങ്കിൽ യു പി ആൽഫ ഡാഷ് ആണ് അപ്പർ സം ഓഫ് ആൽഫ ഡാഷ് വിത്ത് റെസ്പെക്ട് ടു എ പാർട്ടീഷൻ പി ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ സിഗ്മ ഐ വേരീസ് ഫ്രം 1 to n ക്യാപിറ്റൽ എം ഐ ഇൻറ്റു ഡെൽറ്റ എക്സ് ഐ. ഡെൽറ്റ എക്സ് ഐ എന്ന് എഴുതാനുള്ള കാരണം ഇത് റീമാൻ ഇൻ്റഗ്രൽ ആയതുകൊണ്ടാണ്. മൈനസ് സിഗ്മ ഐ വേരീസ് ഫ്രം 1 to n സ്മോൾ എം ഐ ഇൻറ്റു ഡെൽറ്റ എക്സ് ഐ വിച്ച് ഈസ് ലെസ് ദാൻ എപ്സിലോൺ ബൈ. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താണ് അപ്പർ സമ്മിൻ്റെയും ലോവർ സം, റീമാൻ അപ്പർ സമ്മിൻ്റെയും റീമാൻ ലോവർ സമ്മും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും ആൽഫ ഡാഷിൻ്റേത്. ഓക്കെ, ക്യാപിറ്റൽ എം ഐ എന്ന് പറയുന്നത് ആൽഫ ഡാഷിൻ്റെ ഐത്ത് ഇൻ്റർവെല്ലിലുള്ള, അതായത് പി എന്ന പാർട്ടീഷൻ ഉപയോഗിച്ച് കിട്ടുന്ന ഐത്ത് ഇൻ്റർവെല്ലിലെ സുപ്രീമവും സ്മോൾ എം ഐ എന്ന് പറയുന്നത് അതിലെ ഇൻഫിമവുമാണ്. ഓക്കെ, എങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് യു പി എഫ് എല്ലായ്പ്പോഴും എൽ പി എഫിനേക്കാൾ വലുതാവുന്നതുകൊണ്ട് മോഡ് വാല്യൂ കൊടുത്താലും വർക്ക് ചെയ്യും. അതായത് മോഡ്ലെസ് ഓഫ് യു പി എഫ് ആൽഫ ഡാഷ് മൈനസ് എൽ പി ആൽഫ ഡാഷ്
ലെസ് ദാൻ എപ്സിലോൺ ബൈ എം എന്ന് പറയാം. പക്ഷേ ആ വാല്യൂ ഉള്ളിലേക്ക് പോകുമ്പോൾ കിട്ടുക മോഡുലസ് ഓഫ് സിഗ്മ ഐ വേരിയസ് ഫ്രം 1 to n ക്യാപിറ്റൽ എം ഐ മൈനസ് സ്മോൾ എം ഐ ഇൻറ്റു ഡെൽറ്റ എക്സ് ഐ ഈസ് ലെസ് ദാൻ എപ്സിലോൺ ബൈ എം. ദറ്റ് ഈസ് അവർ ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ ഇക്വേഷൻ 1 തന്നെയാണ്, അതിൽ ഒരു ചെറിയ ചേഞ്ചസ് കൊടുക്കുമ്പോൾ കിട്ടുന്നതാണ് ഇക്വേഷൻ 2 എന്ന് പറയുന്നത്. ഇനി ഇവിടെ ആൽഫ ഡാഷ് ഡിഫറൻഷ്യബിൾ ആണ്. ഒരു ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ ആൽഫ ഡാഷ് ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആൽഫ ഈസ് ഫസ്റ്റ് ഡിഫറൻഷ്യബിൾ മീൻസ് ഇറ്റ് ഈസ് കണ്ടിന്യൂസ്. കാരണം എവരി ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ആൽഫ ഡാഷ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആൽഫ ഈസ് ഡിഫറൻഷ്യബിൾ ആണ്. എവരി ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ്, സോ ആൽഫ ഈസ് കണ്ടിന്യൂസ്. ഇനി ആൽഫ കണ്ടിന്യൂസ് ആണ്. ഇപ്പോൾ ഒരു ഫംഗ്ഷൻ എഫ് കണ്ടിന്യൂസ് ആണെങ്കിൽ അത് റീമാൻ ഇൻറ്റഗ്രബിൾ ആയിരിക്കും. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെയാണെങ്കിൽ ഇവിടെ ആൽഫ ക്ലോസ് ഇൻറ്റർവൽ എ ബി ഇൻറ്റു ആർ ആണ്, കണ്ടിന്യൂസ് ക്ലോസ് ഇൻറ്റർവൽ എ ബി ആൻഡ് ഡിഫറൻഷ്യബിൾ ഇൻ ഓപ്പൺ ഇൻറ്റർവൽ എ ബി. ഓക്കെ, അപ്പോൾ ഇവിടെ മീൻ വാല്യൂ തിയറം നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ആൽഫ കണ്ടിന്യൂസുമാണ്, ആൽഫ ഡാഷ് ഡിഫറൻഷ്യബിളുമാണ്. ആൽഫ കണ്ടിന്യൂസ് ആൻഡ് ഡിഫറൻഷ്യബിൾ ഓൺ ക്ലോസ് ഇൻറ്റർവൽ എ ബി. ഓൺ ക്ലോസ് ഇൻറ്റർവൽ എ ബിയിലാണെങ്കിൽ എല്ലാ സബ് ഇൻ്റർവെല്ലിലും വർക്ക് ചെയ്യും. ദാറ്റ് മീൻസ് എക്സ് ഐ മൈനസ് 1 എക്സ് ഐ എന്ന ith ഇൻ്റർവെല്ലിലും അത് കണ്ടിന്യൂസ് ആൻഡ് ഡിഫറൻഷ്യബിളും ആയിരിക്കും. ദെൻ ബൈ മീൻ വാല്യൂ തിയറം നമുക്കറിയാം ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി കോയിൻസൈഡ് വിത്ത് ദി ആവറേജ് വെലോസിറ്റിയാണ് ഓൺ ദി ഇൻ്റർവൽ എക്സ് ഐ മൈനസ് 1 എക്സ് ഐ. അതിനർത്ഥം അവിടെ നമ്മൾ സാധാരണ എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് എക്സ് ഇൻറ്റു ബി മൈനസ് എ എന്ന് പറയുന്ന കൂടെ എയും ബിയും ആയിട്ട് എടുക്കുന്നത് എക്സ് ഐ മൈനസ് 1ഉം എക്സ് ഐയുമാണ്. ഓക്കെ, അപ്പോൾ എക്സ് എന്ന പോയിൻ്റായിട്ട് എടുക്കുന്നത് ടി ഐ ആയിട്ട് എടുക്കുന്നു ith ഇൻ്റർവൽ ആയതുകൊണ്ട്. അപ്പോൾ ആൽഫ ഓഫ് എക്സ് ഐ മൈനസ് ആൽഫ ഓഫ് എക്സ് ഐ മൈനസ് 1 ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് എക്സിന് പകരം ഇവിടെ ആൽഫ ഡാഷ് ഓഫ് ടി ഐ ഇൻറ്റു എക്സ് ഐ മൈനസ് അതായത് ബി മൈനസ് ഐ എന്നുള്ളതിനാണ് എക്സ് ഐ മൈനസ് 1. ദിസ് ഈസ് ട്രൂ ഫോർ എവരി ഐ വേരിയസ് ഫ്രം 1 to n. അത് എല്ലാ ഇൻ്റർവെല്ലിലും വർക്ക് ചെയ്യും. ഈ ആൽഫ ഓഫ് എക്സ് ഐ മൈനസ് ആൽഫ ഓഫ് എക്സ് ഐ മൈനസ് 1 എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ആൽഫ എ ആണ്. ഡെൽറ്റ ആൽഫ ഐ ഈക്വൽ ടു ആൽഫ ഡാഷ് ഓഫ് ടി ഐ ഇൻറ്റു ഡെൽറ്റ എക്സ് ഐ. അപ്പോൾ നമുക്ക് ഡെൽറ്റ ആൽഫ ഐ എ നമ്മൾ ആൽഫ ഡാഷിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്തത്. അതാണ് ഇക്വേഷൻ നമ്പർ 3 എന്ന് പറയുന്നത്. ഓക്കെ, ഇഫ് എസ് ഐ ഈസ് എനി പോയിൻറ്റ് ഇൻ ദാറ്റ് ഇൻ്റർവൽ ith ഇൻ്റർവൽ ഐ വേരിയസ് ഫ്രം 1 to n, then modulus of sigma I varies from 1 to n alpha dash of Si into delta xi minus sigma I varies from 1 to n alpha dash of Ti into delta xi is less than epsilon by m. കാരണം 6.7 3 കേസുകളിൽ ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. സുപ്രീമത്തിനും ഇൻഫ്യൂമത്തിനും കൂടി അത് വർക്ക് ചെയ്യുമെങ്കിൽ അതിൽ ഏത് പോയിൻറ്റ്സിലും വർക്ക് ചെയ്യുന്ന പറയും. ഇവിടെ ആൽഫ ഡാഷ് റീമാൻ ഇൻറ്റഗ്രബിൾ ആയതുകൊണ്ട് 6.7b എന്ന് പറയുന്നത് എഫ് എന്ന ഫംഗ്ഷന് പകരം നമ്മൾ ആൽഫ ഡാഷിന് വേണ്ടി യൂസ് ചെയ്യും. ഓക്കെ, സോ നമുക്ക് ഇക്വേഷൻ 4 നമുക്ക് കിട്ടുന്നു. അതിനർത്ഥം സിഗ്മ ഐ വേരിയസ് ഫ്രം 1 to n ആൽഫ ഡാഷ് ഓഫ് എസ് ഐ മൈനസ് ആൽഫ ഡാഷ് ഓഫ് ടി ഐ ഇൻറ്റു ഡെൽറ്റ എക്സ് ഐ എന്ന കോമൺ ആയിട്ടുള്ള വാല്യൂ എടുക്കുന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ദാറ്റ് ഈസ് ലെസ് ദാൻ എപ്സിലോൺ ബൈ എം. ഓക്കെ, ഇനി നൗ വി നോ ദാറ്റ് സിഗ്മ ഐ വേരിയസ് ഫ്രം 1 to n എഫ് ഓഫ് എസ് ഐ ഇൻറ്റു ഡെൽറ്റ ആൽഫ ഐ ഈക്വൽ ടു ഡെൽറ്റ ആൽഫയുടെ വാല്യൂ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ സിഗ്മ ഐ വേരിയസ് ഫ്രം 1 to n എഫ് ഓഫ് എസ് ഐ ഇൻറ്റു ഡെൽറ്റ ആൽഫയുടെ വാല്യൂ നമുക്ക് ഇക്വേഷൻ 1 നിന്ന് അല്ല ഇക്വേഷൻ 3 നിന്ന് അവൈലബിൾ ആണ്. അത് ആൽഫ ഡാഷ് ഓഫ് ടി ഐ ഇൻറ്റു ഡെൽറ്റ എക്സ് ഐ ആണ്. അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ 4ന് എന്ത് സംഭവിക്കും നോക്കാം. സിഗ്മ ഐ വേരിയസ് ഫ്രം 1 to n എഫ് ഓഫ് എസ് ഐ 4ൽ നിന്നും നമുക്ക് മോഡുലസ് ഓഫ് സിഗ്മ എഫ് ഓഫ് എസ് ഐ ഇൻറ്റു ഡെൽറ്റ ആൽഫ ഐ മൈനസ് സിഗ്മ ഐ വേരിയസ് ഫ്രം 1 to n എഫ് ഓഫ് എസ് ഐ ഇൻറ്റു ആൽഫ ഡാഷ് ഓഫ് എസ് ഐ ഇൻറ്റു ഡെൽറ്റ എക്സ് ഐ ഈക്വൽ ടു മോഡുലസ് ഓഫ് സിഗ്മ ഈക്വൽ ടു 1 to n എഫ് ഓഫ് എസ് ഐ ഇൻറ്റു കോമൺ ആയിട്ടുള്ളവ എടുക്കുമ്പോൾ എഫ് ഓഫ് എസ് ഐ ഇൻറ്റു ഡെൽറ്റ ആൽഫ ഐ മൈനസ് ആൽഫ ഡാഷ് ഓഫ് എസ് ഐ ഇൻറ്റു ഡെൽറ്റ എക്സ് ഐ എന്ന് എഴുതാം. വിച്ച് ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് സിഗ്മ ഐ വേരിയസ് ഫ്രം 1 to n എഫ് ഓഫ് എസ് ഐ ഇൻറ്റു ഡെൽറ്റ ആൽഫയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൽഫ ഡാഷ് ഓഫ് ടി ഐ ഇൻറ്റു ഡെൽറ്റ എക്സ് ഐ മൈനസ് ആൽഫ ഡാഷ് ഓഫ് എസ് ഐ ഇൻറ്റു ഡെൽറ്റ ഓഫ് എക്സ് ഐ കിട്ടും. ദാറ്റ് ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിഗ്മ ഈക്വൽ ടു 1 to n മോഡ് എഫ് ഓഫ് എസ് ഐ ഇൻറ്റു ആൽഫ ഡാഷ് ഓഫ് ടി ഐ ഇൻറ്റു ആൽഫ ഡാഷ് ഓഫ് എസ് ഐ ഇൻറ്റു ഡെൽറ്റ എക്സ് ഐ. കാരണം മോഡുലസ് ഓഫ് ട്രയാങ്കിൾ ഇനീക്വാളിറ്റി അവിടെ അപ്ലൈ ചെയ്യുകയാണ് ചെയ്തത്. മോഡുലസ് മോഡ് എ പ്ലസ് ബി ലെസ് ദാൻ ഈക്വൽ ടു മോഡ് എ പ്ലസ് മോഡ് ബി എന്നുള്ള വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് ചെയ്തത്. സിഗ്മ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്, അതുകൊണ്ട് ലെസ് ദാൻ ഈക്വൽ ടു വന്നത്. ഇനി മോഡ് എഫ് ഓഫ് എസ് ഐ മോഡുലസ് എഫ് ഓഫ് ഐ എഫ് ഓഫ് എക്സ് എല്ലായ്പ്പോഴും എമ്മിനേക്കാൾ കുറവായിരിക്കും. കാരണം എം എന്ന് പറയുന്നത് സുപ്രീമാണെന്ന് തുടക്കത്തിൽ തന്നെ നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്, ക്യാപിറ്റൽ എം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മോഡ് എഫ് ഓഫ് എസ് ഐ എന്തായാലും എമ്മിനേക്കാൾ കുറവായിരിക്കും. അപ്പോൾ എം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വരും. ദെർഫോർ എം ഇൻറ്റു സിഗ്മ ഐ വേരിയസ് ഫ്രം 1 to n മോഡുലസ് ഓഫ് ആൽഫ ഡാഷ് ഓഫ് ടി ഐ ഇൻറ്റു ആൽഫ ഡാഷ് ഓഫ് എസ് ഐ ഇൻറ്റു ഡെൽറ്റ എക്സ് ഐ എന്ന് കിട്ടുന്നു. പക്ഷേ നമുക്ക് ഇക്വേഷൻ 4ൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇക്വേഷൻ 4ൽ നമ്മൾ ആ വാല്യൂ ലെസ് ദാൻ
എപ്സിലോൺ ബൈ എം എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എപ്സിലോൺ ബൈ എം എന്നുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എമ്മും എമ്മും കട്ട് ചെയ്യുന്നു, നമുക്ക് കിട്ടുക എപ്സിലോൺ എന്നായിരിക്കും. ദർഫോർ സിഗ്മ ഈക്വൽ ടു 1 to n കിട്ടിയത് എഫ് ഓഫ് എസ് ഐ ഇൻറ്റു ഡെൽറ്റ ആൽഫ ഐ ഡെൽറ്റ എക്സ് ഐ മൈനസ് സിഗ്മ ഈക്വൽ ടു 1 to n എഫ് ഓഫ് എസ് ഐ ഇൻറ്റു ആൽഫ ഡാഷ് ഓഫ് എസ് ഐ ഇൻറ്റു ഡെൽറ്റ എക്സ് ഐ ഈസ് ലെസ് ദാൻ എപ്സിലോൺ എന്നാണ് കിട്ടിയത്. അപ്പോൾ മോഡ് എ മൈനസ് ബി ലെസ് ദാൻ എപ്സിലോൺ ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? എ ഈസ് ലെസ് ദാൻ ബി പ്ലസ് എപ്സിലോൺ എന്ന് എഴുതാൻ പറ്റും. ദാറ്റ് മീൻസ് സിഗ്മ ഈക്വൽ ടു 1 to n എഫ് ഓഫ് എസ് ഐ ഇൻറ്റു ഡെൽറ്റ ആൽഫ ഈസ് ലെസ് ദാൻ സിഗ്മ ഈക്വൽ ടു 1 to n എഫ് ഓഫ് എസ് ഐ ഇൻറ്റു ആൽഫ ഡാഷ് ഓഫ് എസ് ഐ ഇൻറ്റു ഡെൽറ്റ എക്സ് ഐ പ്ലസ് എപ്സിലോൺ എന്ന് കിട്ടുന്നു. ദിസ് ഇംപ്ലൈസ് സിഗ്മ ഈക്വൽ ടു 1 to n എഫ് ഓഫ് എസ് ഐ ഇൻറ്റു ഡെൽറ്റ ആൽഫ ഈസ് ലെസ് ദാൻ സിഗ്മ ഈക്വൽ ടു 1 to n എഫ് ഓഫ് എസ് ഐ ഇൻറ്റു ആൽഫ ഡാഷ് ഓഫ് എസ് ഐന് എങ്ങനെ എഴുതാം? എഫ് ഇൻറ്റു ആൽഫ ഡാഷ് ഓഫ് എസ് ഐ ഇൻറ്റു ഡെൽറ്റ എക്സ് ഐ പ്ലസ് എപ്സിലോൺ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി ഞാൻ എഫ് ഇൻറ്റു ആൽഫ ഡാഷ് എന്ന് പറയുന്നത് ആൽഫ ഡാഷും റീമാൻ ഇൻറ്റഗ്രബിൾ ആണ്, എഫും റീമാൻ ഇൻറ്റഗ്രബിൾ ആണ്. അതിനർത്ഥം രണ്ട് ഫംഗ്ഷനും ബൗണ്ടഡ് ആണ്. അപ്പോൾ എഫും ആൽഫ ഡാഷും ബൗണ്ടഡ് ആണെങ്കിൽ ആ ബൗണ്ടഡ് ഫംഗ്ഷന് ക്ലോസ് ഇൻറ്റു എ ബിയിൽ സുപ്രീമോ ഇൻഫോ ഉണ്ടാവും. അതായത് എഫ് ഇൻറ്റു ആൽഫ ഡാഷ് എന്ന പുതിയ ഫംഗ്ഷന് ഓരോ ഇൻ്റർവെല്ലിലും, അതായത് ith ഇൻ്റർവെല്ലിൽ സുപ്രീമോ ഇൻഫോ ഉണ്ടാവും. ith ഇൻ്റർവെല്ലിലെ സുപ്രീമത്തിന് ക്യാപിറ്റൽ എം ഐ ഡാഷ് എന്നും അവിടെ ഒരു ഇൻഫ്യൂമം നമുക്ക് അവൈലബിൾ ആയി കിട്ടും. അതിന് നമുക്ക് വേണമെങ്കിൽ സ്മോൾ എം ഐ ഡാഷ് എന്നും വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ്. അത് പിന്നീട് വേണമെങ്കിൽ യൂസ് ചെയ്യാന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ദിസ് ഇംപ്ലൈസ് നമുക്ക് കിട്ടിയിരിക്കുന്നത് സിഗ്മ ഈക്വൽ ടു 1 to n എഫ് ഓഫ് എസ് ഐ ഇൻറ്റു ഡെൽറ്റ ആൽഫ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇത് ശരിക്കും റീമാൻ സം ഓഫ് ദി ഫംഗ്ഷൻ എഫ് ആൽഫ ഡാഷ് ആണ്, വിത്ത് റെസ്പെക്ട് ടു ദ പാർട്ടീഷൻ പി ആണ്, പ്ലസ് എപ്സിലോണായി മാറുന്നു. തൊട്ട് മുകളിൽ എഴുതിയിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് യു പി എഫ് ആൽഫ ഡാഷ് ആണ്, പ്ലസ് എപ്സിലോൺ. സിൻസ് എസ് ഐ എന്ന് പറയുന്നത് ith ഇൻ്റർവെല്ലിലെ ഒരു ആർബിട്രറി പോയിൻ്റ് ആണെങ്കിൽ എം ഐ ഡബിൾ ഡാഷ് ഈസ് എ സുപ്രീമം ഓഫ് എഫ് ഓഫ് എക്സ് ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാൻ പറ്റും ഏത് പോയിൻറ്റിലും വാല്യൂ, അതായത് എഫ് ഓഫ് എസ് ഐ എന്ന് പറയുന്നത് എസ് ഐ ഒരു ആർബിട്രറി പോയിൻ്റ് ആണെങ്കിൽ ആർബിട്രറി പോയിൻറ്റിൽ എഫിന് കിട്ടുന്ന വാല്യൂവിനേക്കാൾ വലുതായിരിക്കും എഫിന് ആ ith ഇൻ്റർവെല്ലിലുള്ള സുപ്രീമം വാല്യൂ. അതായത് എഫ് ഓഫ് എസ് ഐനേക്കാൾ വലുതായിരിക്കും എം ഐ ഡബിൾ ഡാഷ്. എം ഐ ഡബിൾ ഡാഷ് നമ്മളിവിടെ ചൂസ് ചെയ്തിരിക്കുന്നത് എഫ് എന്ന ഫംഗ്ഷൻ്റെ ith ഇൻ്റർവെല്ലിലെ സുപ്രീമമായിട്ടാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഏതൊരു പോയിൻറ്റിനും ഇക്വേഷൻ 5 വർക്ക് ചെയ്യുമെങ്കിൽ സുപ്രീമത്തിനും വർക്ക് ചെയ്യും. ദാറ്റ് മീൻസ് സിഗ്മ ഈക്വൽ ടു 1 to n എം ഐ ഡബിൾ ഡാഷ് ഇൻറ്റു ഡെൽറ്റ ആൽഫ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു യു പി എഫ് ആൽഫ ഡാഷ്. ഈ എഫ് ആൽഫ ഡാഷ് ഒരു ഫംഗ്ഷനായിട്ട് കൺസിഡർ ചെയ്യുന്നത്, അവിടെ കോമയില്ലെന്ന് ഓർക്കുക, പ്ലസ് എപ്സിലോണായി മാറുന്നു. ദിസ് ഇംപ്ലൈസ് സുപ്രീമത്തിന് വർക്ക് ചെയ്യുമെങ്കിൽ ഈ എൽ എച്ച് എസിൽ കാണുന്ന വാല്യൂ തൊട്ടുമുള്ള വാല്യൂ എന്ന് പറയുന്നത് യു പി എഫ് ആൽഫയാണ്, യു പി എഫ് ആൽഫ എന്നാണ്. അതായത് റീമാൻ സ്റ്റെലിജസ് സമ്മാണ്, അപ്പർ സമ്മാണ്. റീമാൻ അപ്പർ സമ്മാണ്, സ്റ്റെലിജസ് അപ്പർ സമ്മാണ് ഇക്വേഷൻ 6ൻ്റെ എൽ എച്ച് എസിലുള്ളത്. പക്ഷേ ആർ എച്ച് എസിലുള്ളത് എഫ് ആൽഫ ഡാഷ് എന്ന ഫംഗ്ഷൻ്റെ റീമാൻ സമ്മാണ്. രണ്ടാണെന്ന് ഓർക്കുക. ഓക്കെ, അപ്പോൾ യു പി എഫ് ആൽഫ ലെസ് ദാൻ ഓർ ഈക്വൽ ടു യു പി എഫ് ആൽഫ ഡാഷ്. അപ്പോൾ എഫ് ആൽഫ ഡാഷ് ഒരു സിംഗിൾ ഫംഗ്ഷൻ ആയിട്ടാണ് കൺസിഡർ ചെയ്തത്, പ്രൊഡക്റ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ 6 നമുക്ക് കിട്ടുന്നു. ഇനി നമുക്ക് എഗെയിൻ ഫ്രം ദി എബോവ്, അതായത് തൊട്ട് മുകളിൽ ഞാൻ എഴുതിയിരിക്കുന്ന സിഗ്മ ഈക്വൽ ടു 1 to n എഫ് ഓഫ് എസ് ഐ ഇൻറ്റു ഡെൽറ്റ ആൽഫ ഐ മൈനസ് സിഗ്മ ഈക്വൽ ടു 1 to n എഫ് ഓഫ് എസ് ഐ ഇൻറ്റു ആൽഫ ഡാഷ് ഓഫ് എസ് ഐ ഇൻറ്റു ഡെൽറ്റ എക്സ് ഐ ലെസ് ദാൻ എപ്സിലോൺ എന്നാണ് കിട്ടിയിരുന്നത്. അതിനകത്ത് മോഡ് എ മൈനസ് ബി ലെസ് ദാൻ എപ്സിലോൺ ആണെങ്കിൽ എ ലെസ് ദാൻ ബി പ്ലസ് എപ്സിലോൺ എഴുതുന്ന പോലെ തന്നെ തിരിച്ചും എഴുതാം, ബി ലെസ് ദാൻ എ പ്ലസ് എപ്സിലോൺ എഴുതാം. അപ്പോൾ ആ ഒരു കേസ് കൂടി ഇവിടെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ തിരിച്ചുള്ള കാര്യം കൂടി നമുക്ക് വർക്കാവും. അതായത് യു പി എഫ് ആൽഫ ഡാഷ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു യു പി എഫ് ആൽഫ പ്ലസ് എപ്സിലോൺ എന്നുള്ളത്, അതായത് ഇതിൻ്റെ റിവേഴ്സ് ഇക്വേഷൻ 6ൻ്റെ റിവേഴ്സ് പാർട്ട് കൂടി നമുക്ക് അവൈലബിൾ ആയിട്ട് വരും. ഓക്കെ, ഇനി പി എന്ന പാർട്ടീഷൻ എന്ന് പറയുന്നത് ഏതൊരു പി എന്ന പാർട്ടീഷനിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ റിഫൈൻമെൻറ്റിലും ഇക്വേഷൻ 6ഉം 7ഉം വർക്ക് ചെയ്യും. ദാറ്റ് മീൻസ് ബോത്ത് ദ ഇൻഇക്വാളിറ്റി 6 and 7 വർക്ക്സ് ഫോർ എനി റിഫൈൻമെൻറ്റ് ഓഫ് പി. റിഫൈൻമെൻറ്റുകൾക്കെല്ലാം വർക്ക് ചെയ്യുമെങ്കിൽ അതിൻ്റെ അർത്ഥം upper integral of f with Riemann Stieltjes upper integral of f with respect to alpha minus upper integral of the function f alpha dash ഓവർ ക്ലോസ് ഇൻ്റർവെൽ എ ബി എന്ന് പറയുന്നതിൻ്റെ ഡിഫറൻസ് ഏകദേശം സെയിം ആയിരിക്കും. അതിനർത്ഥം അപ്രോക്സിമേറ്റ്ലി സെയിം മീൻസ് ദർ മോഡുലസ് വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ എന്നാണ് അർത്ഥം. പക്ഷേ ഇതേ കാര്യം തൊട്ട് മുകളിൽ ഇപ്പോൾ അപ്പർ സമ്മാണ് നമ്മൾ ഉപയോഗിക്കുന്ന പോലെ തന്നെ ലോവർ സമ്മിലേക്ക് യൂസ് ചെയ്യാൻ പറ്റും. ക്യാപിറ്റൽ എം ഐ ഡാഷ് ഉപയോഗിക്കുന്ന പ്രൊസീജിയർ സ്മോൾ എം ഐ ഡാഷ് ആണ് ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഇതെല്ലാം യു പി എഫിന് പകരം എൽ പി എഫ് ആൽഫയും
എൽ പി എഫ് ആൽഫ ഡാഷ് വൈ മാറുമായിരുന്നു. അപ്പോൾ ഇക്വേഷൻ 6-7 പോലെ തന്നെ ഒരു 8-9 എന്നുള്ള ഇക്വേഷൻസ് ജനറേറ്റ് ചെയ്ത് വരികയും ലോവർ ഇൻ്റഗ്രൽ വർക്ക് ചെയ്യുകയും ചെയ്യും. Therefore മോഡുലസ് ഓഫ് ദി ലോവർ ഇൻ്റഗ്രൽ ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു ആൽഫ മൈനസ് ലോവർ ഇൻ്റഗ്രൽ ഓഫ് എഫ് ആൽഫ ഡാഷ് ഓവർ ക്ലോസ് ഇൻ്റർവൽ എ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ എന്ന് കിട്ടും. ഇനി എപ്സിലോൺ ആർബിട്രറി ആയതുകൊണ്ട് അതോ രണ്ട് ഇക്വേഷനിൽ ഇത് രണ്ടും ഈക്വൽ ആയിട്ട് വരുന്നു. അതായത് അപ്പർ ഇൻ്റഗ്രൽ ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു ആൽഫ ഈക്വൽ ടു അപ്പർ ഇൻ്റഗ്രൽ ഓഫ് എഫ് ആൽഫ ഡാഷ് ആൻഡ് ലോവർ ഇൻ്റഗ്രൽ ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു ആൽഫ ഈക്വൽ ടു ലോവർ ഇൻ്റഗ്രൽ ഓഫ് എഫ് ആൽഫ ഡാഷ്. ദാറ്റ് മീൻസ് ഇത് അപ്പറും ലോവറും സെയിം ആകുമ്പോൾ എഫ് റീമാൻ ഷെല്ലേഴ്സ് ഇൻ്റഗ്രൽ, അതായത് എഫ് ആൽഫ ഡാഷ് എലമെൻറ്റ് ഓഫ് ആർ if and only if upper integral and lower integral are same for f alpha dash. പക്ഷേ അത് രണ്ടും എൽ എച്ച് എസിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ലോവർ ഇൻ്റഗ്രൽ ഓഫ് എഫ് ഡി ആൽഫ ഈക്വൽ ടു അപ്പർ ഇൻ്റഗ്രൽ ഓഫ് എഫ് ഡി ആൽഫ. അതിനർത്ഥം റീമാൻ ഷെല്ലിയസ് ഇൻ്റഗ്രൽ ഓഫ് എഫ് എക്സിസ്റ്റ് എന്നാണ് വിത്ത് റെസ്പെക്ട് ടു ആൽഫ. ദാറ്റ് മീൻസ് എഫ് ഈസ് എ റീമാൻ ഷെല്ലിയസ് ഇൻ്റഗ്രബിൾ ഫംഗ്ഷൻ ഓഫ് വിത്ത് റെസ്പെക്ട് ടു ആൽഫ ഓവർ ക്ലോസ് ഇൻ്റർവൽ എ ബി. Therefore we get f alpha dash element of R if and only if f element of R of alpha. ഇത് വളരെ പ്രസിദ്ധമായ ഒരു റിസൾട്ടാണ്. നോക്കുക.